പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണോ അതിലേക്ക് കടന്നു വരാൻ വേണ്ടി യഥാസ്ഥാനപ്പെടാൻ വേണ്ടി ഇന്ന് പകൽക്കാലം ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നു. നിങ്ങളെന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനാക്കി നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോൾ മനസ്സിലായോ? നീ യാദൃശ്യമല്ല, നീ ഉദ്ദേശത്തോടെ നിർമ്മിക്കപ്പെട്ടവളാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ തെറ്റിപ്പോയാലും ദൈവം യോനയെ കൊണ്ടുവന്നതുപോലെ തിരികെ കൊണ്ടുവരും. നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ നിയമം പ്രമാണിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ ശബ്ദം ശ്രവിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തെ അനുസരിക്കണം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 15:20. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അവൻ വരുന്നത് കണ്ടപ്പോൾ ആ അപ്പൻ വഴിയിൽ വന്ന് കാത്തിരിക്കുകയായിരുന്നു. സ്തോത്രം. ഓടിച്ചെന്ന് ആ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇത്ര നാളുകൊണ്ട് വരാതിരുന്ന മകൻ വന്നപ്പോൾ ആ അപ്പൻ ഓടിച്ചെന്ന് ആ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ അഴുക്കോ അവൻ്റെ ശരീരത്തിൻ്റെ അഴുക്കോ ഒന്നും ആ പിതാവ് നോക്കിയില്ല. ഹല്ലേലൂയ. സ്തോത്രം. നീ എത്ര ദൂരെ പോയാലും യഥാസ്ഥാനപ്പെട്ട് അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നാൽ, ഹല്ലേലൂയ. സ്തോത്രം, നിൻ്റെ സ്ഥാനം ശൂന്യമായി കിടക്കരുത്. ആ സ്ഥാനത്തേക്ക് നീ മടങ്ങി വരിക. ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം 29:11 തിരുവചനം പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ളതത്രേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ഒരിക്കലും ഒരു തിന്മയ്ക്കല്ല. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നന്മയ്ക്കായിട്ടാണ്. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ ഇന്ന് പകൽ മടങ്ങി വരിക. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിൻ്റെ സ്ഥാനത്ത് ശൗലിരുന്നപ്പോൾ രാജ്യം കുലുങ്ങി. എസ്തേറിൻ്റെ സ്ഥാനത്ത് വസ്തിയില്ലാതായപ്പോൾ ഒരു ജാതി തന്നെ രക്ഷിക്കപ്പെടുവാൻ തക്കവനിടയായി. നിൻ്റെ സ്ഥാനം നീ ഏറ്റെടുത്തില്ല എങ്കിൽ ആ ശുശ്രൂഷ മുടങ്ങും, ആത്മാവ് രക്ഷപ്പെടാതെ പോകും. ഹല്ലേലൂയ. ദൈവം നിന്നെ റീപ്ലേസ് ചെയ്യുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ മടങ്ങി വരിക. സ്വർഗസ്ഥനായ പിതാവ്, ഞങ്ങൾ അങ്ങയുടെ മക്കൾ പലരും ഇന്ന് അവർ യഥാസ്ഥാനത്തല്ല. ചിലർ പേടിച്ചൊളിച്ചിരിക്കുന്നു. ചിലർ ലോകത്തിൻ്റെ തിരക്കുകൾ സ്വന്തം വിളി മറന്നുപോയി. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 119:18 തിരുവചനം ഇങ്ങനെ പറയുന്നു: നിൻ്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്ന് കാണിച്ചു തരണമേ. കർത്താവ്, ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം എന്തെന്ന് കാണിച്ചു തരണമേ എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ തന്നെ പറയുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടോ? ഈ ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിയും തിരഞ്ഞെടുപ്പും എല്ലാം ഉറപ്പായി കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ? ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ അകന്നു പോകാൻ പാടില്ല ദൈവമക്കളെ. യോസഫിനെ കുഴിയിൽ നിന്ന് കൊട്ടാരത്തിലെത്തിച്ച ദൈവമേ, ദാവീദിനെ ആടുമേയ്ക്കുന്നിടത്തു നിന്ന് സിംഹാസനത്തിലെത്തിച്ച ദൈവമേ, പത്രോസിനെ വല വീശുന്നിടത്തു നിന്ന് മനുഷ്യരെ പിടിക്കുന്നവനാക്കിയ ദൈവമേ, ഇന്ന് പകൽക്കാലം കർത്താവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിളി മറന്നുപോയവരെ ഓർമ്മപ്പെടുത്തണമേ. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് കരുതുന്നവരോട് ഞാൻ നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറയണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ കയ്യിലെ ഉപകരണമായി തീരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ് എഫേസ്യർക്കെഴുതിയ ലേഖനം 2:10 തിരുവചനം പറയുന്നു: നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു.
നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും ഉണ്ടെങ്കിലും അതെല്ലാം ക്ഷമിക്കുന്ന ഒരപ്പനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ, നമ്മളൊന്ന് മടങ്ങി വന്നാൽ നമ്മെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമുക്ക് ഉറക്കെ പ്രഖ്യാപിക്കാം ഈ വാക്കുകൾ: ഞാൻ യാദൃച്ഛികമല്ല, ഞാൻ ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. എൻ്റെ സ്ഥാനം ശൂന്യമല്ല. ഇന്ന് ഞാൻ എൻ്റെ യഥാസ്ഥാനത്തേക്ക് കാലെടുത്ത് വയ്ക്കുന്നു. ദൈവം എന്നെ തിരഞ്ഞെടുത്ത ശുശ്രൂഷ ഞാൻ ചെയ്യും. പിശാച് മോഷ്ടിച്ച വർഷങ്ങൾ ദൈവം തിരികെ തരും. യോവേൽ 2:25. ഞാൻ ദൈവിക ഉദ്ദേശത്തിൽ ജീവിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നിങ്ങളെ നിശ്ചയമായി ഉയർത്തും. ദൈവം നിങ്ങളെ മാനിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് പകൽക്കാലം ഉറക്കെ പ്രഖ്യാപിക്കുക: ദൈവമേ, ഞാൻ യഥാസ്ഥാനത്തേക്ക് മടങ്ങി വരികയാണ്. ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെല്ലാം ഞാൻ നിറപടിയായിട്ട് ചെയ്യും. എൻ്റെ ജീവിതത്തിൽ എല്ലാ കുറവുകളും ക്ഷമിക്കണമേ. ഇനി ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും. ജീവിതത്തിൽ എന്തെല്ലാം ഭാരങ്ങളും പ്രയാസങ്ങളും വന്നാലും, ആരെല്ലാം നമ്മളെ വിട്ടേച്ച് പോയാലും, ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും, കർത്താവെ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും. അങ്ങയുടെ കൈക്കിണങ്ങിയ ഒരു ആയുധമായിട്ട് എന്നെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽക്കാലം ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ കർത്താവെ, ഈ നല്ല പ്രഭാതം കാണുവാൻ തന്ന, മനോഹരമായ പ്രഭാതം കാണാൻ തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി പറയുന്നു. സ്വദേശത്തും വിദേശത്തുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. കർത്താവ് വിളിച്ചിട്ട് കർത്താവിൻ്റെ വിളിക്കൊത്തവണ്ണം നിൽക്കാതെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട്, പ്രതികൂലങ്ങൾ കൊണ്ടും പലപ്പോഴും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ട് മടങ്ങി വരാൻ കഴിയാതെ, കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ ആയിരിക്കുന്ന അനേകർ ഈ ലോകത്തിൻ്റെ കോണുകളിലുണ്ട്. എന്നെ കേൾക്കുന്ന അങ്ങനെയുള്ള ഓരോ മക്കളുടെ മേലും അവിടുത്തെ ആത്മാവിനെ ഇന്ന് പകൽക്കാലം പകരണമേ പരിശുദ്ധനെ. സർവശക്തനായ ദൈവത്തിൻ്റെ കരം അവരെ തിരഞ്ഞെടുത്തതുപോലെ അവരെ മടക്കി വരുത്തി, അവരെ യഥാസ്ഥാനപ്പെടുത്തി കർത്താവിന് വേണ്ടി ഉറപ്പുള്ളവരായി, ധൈര്യമുള്ളവരായി നിന്ന് ഫലം കായ്ക്കുവാൻ ദൈവം സഹായിക്കണം. അവരുടെ തെറ്റുകുറ്റങ്ങളും പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഒരിക്കൽ കൂടെ യേശുപ്പച്ചൻ്റെ രക്തത്താൽ അവരെ കഴുകി യഥാസ്ഥാനപ്പെടുത്തണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനം തകർന്നു നുറുങ്ങിയിരിക്കുന്ന എല്ലാവരെയും അങ്ങ് ആശ്വസിപ്പിക്കണമേ. ഈ ഭൂമിയിൽ ഒന്നും ഞങ്ങൾ ഇതുവരെ നേടിയിട്ടില്ല കർത്താവെ. ഞങ്ങൾ വെറും കൈയായി വന്ന് വെറും കൈയായി കടന്നു പോകേണ്ടവരാ. കർത്താവ് ഏൽപ്പിച്ച വേല ചെയ്ത് നിറപടിയായി ചെയ്ത് കടന്നുപോകാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയമായി, ഭൗതികമായി, ശാരീരമായി ഓരോ മക്കളെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. താങ്ക് യു ജീസസ്.